അസ്സലാമലൈക്കും. ഇവിടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷങ്ങൾ? അപ്പോൾ മോളുടെ ഡാൻസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് കാണിച്ചതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ, ചൂട് സഹിക്കാൻ വയ്യ, എന്തോ ഒരവസ്ഥയാണല്ലേ. ചൂട് കൂടി വരികയാണ്. സ്കൂളുകളും അംഗനവാടിയൊക്കെ അവധിയല്ലേ. ഈ ചൂടത്ത് ഒന്നിനും കഴിയില്ല മക്കളെ. നമ്മളും വീട്ടിലിങ്ങനെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. വാടക കൊടുക്കാനൊന്നും ഒരു നിവൃത്തിയില്ല ഈ ചൂട് കാലത്ത്. എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ ഒരിക്കൽ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്, വീടിന് അഡ്വാൻസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ വണ്ടി, സ്കൂട്ടി വണ്ടി ഉണ്ടായിരുന്നു, വണ്ടിയൊക്കെ വിറ്റെടുത്തോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്ഥലം വീടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പ ഗൾഫിൽ കിടന്ന് 8 കൊല്ലം കഷ്ടപ്പെട്ട് മേടിച്ചുണ്ടാക്കിയ സ്വത്തായിരുന്നു. അതൊക്കെ കേസ് കൂട്ടത്തിലൊക്കെയാണ്. ഉമ്മാനെ ആദ്യം കല്യാണം കഴിച്ച എല്ലാം മോള് വന്ന് അവൾക്ക് അവകാശം വേണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഉപ്പാടെ സ്വത്തിൽ നിന്ന് എങ്ങനെയാണ് അവൾക്ക് അവകാശം എന്ന് എനിക്ക് അറിയണില്ല. ആ സ്ഥലമൊക്കെ ഉപ്പാൻ്റെ പെങ്ങന്മാർക്ക് അനിയനിപ്പോൾ ഓഹരിണ്ടായിരുന്നൊക്കെ ഓഹരി മേടിച്ചാണ്ട് എൻ്റെ പേരിൽ തീര് മേടിച്ചിട്ടാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ഒരു ഭാര്യ എന്നുള്ളൊരു ഇതിലെ അവകാശം, വീട്ടിൽ കിടക്കാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ അത് മാത്രം ഇഷ്ടദാനം എഴുതിക്കുക. ആകെ 10 സെൻറ്റ് സ്ഥലമുള്ളത്. പക്ഷേ അതിലങ്ങനെ ആക്കും, എനിക്ക് അധികാരമില്ല, അവകാശമില്ല, എന്തെങ്കിലും തീരുമാനമായിട്ട് അതിൽ നിന്നാൽ മതി, ചെയ്താൽ മതി, എനിക്ക് കടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ജ്യേഷ്ഠത്തെയും പ്രശ്നം ഉണ്ടാക്കുക. അപ്പം ഉമ്മാനെ ആദ്യം കല്യാണം കഴിച്ച എല്ലാം മോള് അവിടെയൊക്കെ എഴുതി കൊടുത്തേക്കണം. ഉമ്മാക്കാണെങ്കിൽ നാട്ടിൽ പോയി വന്നതിൻ്റെ ശേഷം, പെൻഷൻ വാങ്ങാൻ പോയി വന്നതിൻ്റെ ശേഷം തീരെ സുഖമില്ല. ഉമ്മാക്ക് മരണം ഒന്നും കേട്ടുകൂടാ. അപ്പോൾ അവിടുത്തെ ഉമ്മ അടുത്ത് മരിച്ചും ചെയ്തു, ഒരാഴ്ച ആയിട്ടുള്ളൂ. എന്നാലും ഇങ്ങോട്ട് സുഖമില്ല. പിന്നെ അമ്മാൻ്റെ മോൾക്ക് ക്യാൻസറാണ്. അങ്ങനെയൊക്കെ അതൊക്കെ കൂടിയിട്ട് എന്താ അറിയില്ല, നാട്ടിൽ പോയി വന്നതിന് ശേഷം ഉമ്മ മരുന്ന് കേൾക്കുന്നില്ല, ഉമ്മക്ക് സുഖമില്ല. അപ്പോൾ സംസാരവും കാര്യങ്ങളും ഒക്കെയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയില്ല. നമ്മൾ ജോലിയൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലിരിക്കുകയാണ്. കാക്കാൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാക്കാക്കൊന്നും ജോലിക്കൊന്നും പോകാൻ വയ്യ. അപ്പോൾ കാക്കാൻ്റെ അമ്മ മരണപ്പെടുകയും ചെയ്തു. ഓക്കെയാണ് അവിടെ. വാടക കൊടുക്കാനൊന്നും മാർഗമില്ല. വാടക കൊടുക്കാനിട്ട് വീട് ഒഴിഞ്ഞിരുന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രശ്നങ്ങൾ. പിന്നെ എൻ്റെ കുട്ടി കുറുമ്പന്മാരല്ലേ, നല്ല വാശിയും കരച്ചിലാണ്. ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇവരിങ്ങനെ കഴിയുമ്പോൾ തൊട്ടടുത്ത് വീടല്ലേ, കാക്കാക്ക് വിഷയമാകുന്നുണ്ടത് ഈ കരച്ചിൽ കൊണ്ട്. അപ്പോൾ അത് കാക്ക ഒറ്റക്കാണ് താമസം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ ശല്യമാണ്, കരച്ചിലാണ്, അവർക്ക് വാടക തരാണ്, കണ്ണ് മാർഗമില്ലാണ്ട് എങ്ങനെയാണ് ഇപ്പോൾ വാടക വിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ്. അപ്പോൾ ഈ ശല്യമാവരുത്. അപ്പോൾ നമ്മൾ വാടക കൊടുക്കാനൊന്നും ഒരു നിവർത്തിയില്ല. ഈ ചെറിയ പിഞ്ച് മക്കളായിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? വലിയൊരു തുക ഒന്നും ഉണ്ടാക്കാനില്ല. അമ്മക്കാണെങ്കിൽ അമ്മയുടെ മരുന്നിന് തന്നെ ഒരുപാട് പൈസ വേണം, ചികിത്സക്കും. ഒറ്റയ്ക്ക് ഡോക്ടർക്ക് പോകാൻ വിളിച്ചാലൊന്നും ആൾ വരില്ല. അപ്പം അമ്മക്കൊക്കെ പേടിയാണ്, ഞാൻ ഉപദ്രവിക്കുകയാണെന്നൊക്കെ തോന്നിപ്പോവാണ്. മറ്റുള്ളവർ വന്ന് ഉപദ്രവിക്കുകയാണ്, എല്ലാവരും കൊല്ലാൻ നോക്കുകയാണ്, വിഷമിടുകയാണ്. അങ്ങനെയൊക്കെയാണ് അസുഖം വന്നു കഴിഞ്ഞാൽ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. അപ്പോൾ അങ്ങനെ ഇറങ്ങി മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കുക, പോവുകയൊക്കെ കാട്ടുകയാണ്. അപ്പോൾ കാരണം സുഖമില്ലാത്ത അമ്മനായിട്ട് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി തെരുവിലേക്ക് ഇറങ്ങുക, അല്ലാതെ ഇനിയിപ്പോൾ ഇനിയൊരു വാടക വീട് എടുക്കാൻ നിവർത്തില്ല. ഇന്നിപ്പോൾ വാടക കൊടുക്കാനും അഡ്വാൻസ് കൊടുക്കാനും മാർഗമില്ല. ഞാൻ ഈ കുട്ടികളെയും പിടിച്ചിട്ട് തെരുവിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഞാൻ. മക്കളെ ആരുമില്ലാത്തവർക്ക് പഠിച്ചുകൊണ്ടാവും, അല്ലാതിപ്പോൾ എന്ത് ചെയ്യാനാ?
അപ്പം ഞാൻ ഈ കുട്ടികളെ മുറിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ പോകാം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കാല് കൊണ്ട് വയ്യ, ആക്സിഡൻ്റ് ആയതാണ്. വലിയ ഭാര്യ ജോലിയൊന്നും എന്നെക്കൂടെ ആവൂല. അതുകൊണ്ടാണ് ഈ മാനസിക രോഗമുള്ള ആരാണ് ആരും ഇതാക്കൂല, ആരും നോക്കൂല. മാസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് കണ്ടുകൂടാ. അങ്ങനെയാണ്. ഈ ഒരാഴ്ച വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നാട്ടിൽ പോയി വന്നതാണ്. നാട്ടിൽ പോയി വന്നിട്ട് 10-15 ദിവസം ആവുന്നുള്ളൂ. ഇപ്പോൾ തുടങ്ങി. അവിടെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ പോയോ അതിന് തുടങ്ങുന്നു. നാട്ടിലേക്ക് പോയോ കാല് കുത്തിയോ അതിൻ്റെ സഹോദരന്മാരെ കണ്ടോ അതിന് അസുഖം തുടങ്ങി. ഇങ്ങനെ ഏത് നേരം സംസാരവും പിറുപിറുക്കലും. പിന്നെ അവിടുത്തെ ഓർമ്മ വന്നു. ഒരു പെൻഷൻ വന്ന് ഞാൻ വാങ്ങാൻ പോയിട്ടില്ല, ഒരു മാസത്തെ. ഇത് വാങ്ങണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രം പോയതാണ്. റംസാനല്ലേ, എന്നാൽ എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോഴത്തേക്കും സഹോദരന്മാരെ കണ്ട അപ്പം അസുഖങ്ങളെ. പിന്നെ ഞാൻ എന്താ ചെയ്യുക? അവിടെ വന്നതിന് ശേഷം മരുന്ന് കഴിച്ചിട്ടില്ല. മരുന്നും കാര്യങ്ങളും ഒന്നും കഴിക്കില്ല. ഭക്ഷണമൊക്കെ സംശയമാണ്. ഭക്ഷണത്തിലൊക്കെ വിഷമിട്ടാണ്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാവരും കൂടി കൊല്ലാൻ നോക്കുകയാണ്. എൻ്റെ മുതലെടുക്കാൻ നോക്കുകയാണ്, മുതലെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് മുന്നത്തെ ഞാൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അങ്ങനെ തന്നെയാണ്. അമ്മക്ക് ഒരു മനസ്സിൽ വിഷമം തോന്നുന്നു. നാട്ടിലേക്ക് പോയതും പെൻഷൻ വാങ്ങിയതും എത്രാം തീയതിയാണ് ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ എനിക്കറിയാം എത്ര ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഈ ഞാൻ വിളിച്ചാലൊന്നും ഡോക്ടർക്ക് വരില്ല. എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് നാട്ടിലാണുള്ളത്. എന്ത് വേണമെന്നുള്ളൊരു എന്ത് ചെയ്യണം എന്നുള്ള അത്ര അവസരമാണ്. എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുട്ടികളാണെങ്കിൽ കുറച്ച് വാശിയും കുറുമ്പൊക്കെ ഉള്ളതാണ്. രണ്ടാളും കൂടി വഴക്കും, ഏത് നേരവും ഈ കരച്ചിലും. അവർ തമ്മിൽ ഈ ചൂടല്ലേ, ഈ ചൂടത്ത് കുട്ടികൾക്കും വാശിയാണ്. അപ്പം അവരും കാര്യം. അപ്പോൾ ഇമ്മ ഇങ്ങനെ വയ്യാതെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോകണ്ടിട്ട് ഒക്കെ പറയണത്, നിങ്ങൾ ഒഴിവായി തന്നാൽ പിന്നെ സുഖമില്ലാത്ത ഒരാളെ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റൂല, എനിക്ക് ശല്യമാണ്, സുഖമില്ലാത്തൊരു ഉമ്മാനായിട്ട് ഇതിൽ നിൽക്കാൻ കഴിയില്ല, നിങ്ങൾ ഒഴിവായി തന്നാൽ എന്നാ പറയുന്നത്. അപ്പം നമ്മളെ കൊണ്ടും അവർക്കൊരു ശല്യമാവരുത്. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞെടുക്കുക. നമ്മൾ വീട്ടിൻ്റെ വെളിയിൽ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്, അവർ അമ്മറക്കൊലായിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പം ഞാനെന്താ പിന്നെ ചെയ്യുക? ഒഴിഞ്ഞെടുക്കല്ലോ. ഒഴിഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞെടുക്കണം. അല്ലാതെ നമ്മളെ വീടല്ലല്ലോ, അവരെ വീടല്ലേ. അപ്പോൾ അവർ പഴയ വീടാണ്, തൊട്ടടുത്ത് തന്നെയാണ് അവർ പുതിയ വീട് അവർ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെ കൊണ്ട് എൻ്റെ ഉമ്മാനെ കൊണ്ടൊക്കെ അവരിങ്ങനെ സൃഷ്ടിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ചെറിയ മക്കളല്ലേ, വാശിയും കുറുമ്പും ഒക്കെ ഉണ്ടാവും, കരച്ചിലും. അതിനാണെങ്കിൽ നല്ല ഒച്ചത്തിലാണ് കരയും ചെയ്യുക. കുട്ടികൾ കുട്ടിക്കുറുമ്പ് പ്രായത്തിൽ എന്തായാലും ഉണ്ടാവാതിരിക്കും. അപ്പോൾ മെയിൻ ഉമ്മാക്ക് വയ്യാതായതാണ് പ്രശ്നം. അത്ര വലിയ വിഷയം ഉണ്ടായിരുന്നില്ല. ഉമ്മാക്ക് വയ്യാണ്ടായപ്പോൾ ഇറങ്ങിത്തരണമെന്ന് പറഞ്ഞ്, വയ്യാത്ത സുഖമില്ലാത്ത മാനസിക പ്രശ്നമുള്ള ഉമ്മാനായിട്ട് നമുക്ക് ശരിയാവില്ല, പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ വീട്ടിൻ്റെ വെളിയിൽ ഒക്കെ പോയിരിക്കുകയാണ്, അതിൻ്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോവുക, അപ്പോൾ ശരിയാവില്ല. ഞാൻ ഒറ്റയ്ക്ക് വിളിച്ചാലൊന്നും ഡോക്ടർക്ക് പോകാനും ഇതാക്കാനൊന്നും വരില്ല. അപ്പം എന്ത് ചെയ്യാൻ എനിക്കറിയില്ല. എൻ്റെ അടുത്താണെങ്കിൽ പൈസ ഇല്ല. നാട് ചികിത്സക്കും ആവശ്യത്തിനൊന്നും എനിക്ക് പൈസയില്ലാത്ത അവസ്ഥയാണ്. എനിക്കറിയില്ല എന്ത് വേണമെന്നുള്ള അറിയാത്തൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ ഒരു ആശ്വാസവാക്കാണ് ഏറ്റവും ഉള്ളത്. അറിയില്ല മക്കളെ, എന്ത് വേണമെന്ന് അറിയില്ല, എങ്ങോട്ട് പോകണം എന്നുള്ളത് അറിയില്ല. ഉണ്ടായിരുന്ന വീടും സ്ഥലമൊക്കെ അമ്മ കയ്യിലാക്കി. അപ്പോൾ ഉള്ളതും കൂടി കിട്ടണം പറഞ്ഞിട്ട് ജ്യേഷ്ഠത്തെയും രണ്ടാമ്മമാരും കൂടിയിട്ട് ഞാൻ ആ വീഡിയോസ് ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യും എനിക്കറിയില്ല. എന്ത് വേണം? വലിയൊരു വാടക വീടും വലിയ അഡ്വാൻസ് എടുത്തിട്ടൊന്നും എടുക്കാനുള്ള കഴിവ് എനിക്കില്ല.
എനിക്ക് അറിയില്ല മക്കളെ എന്ത് വേണം. അപ്പോൾ വീട് ഒഴിയണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയുടെ സാധനങ്ങളും ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഉമ്മ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഈ കാണുന്നത്. അങ്ങനെ ഇരുന്ന് കുറേ പറയുക ഞങ്ങളെ കാട്ടിക്കളി അവിടെ പോയിട്ട് ഓല് പിടിച്ചാട്ടും. അവർ നോക്കൂല, വീട്ടിൽ കയറ്റൂല, സാധാരണ നോർമലി ചെയ്യൂല. പണ്ടേ അങ്ങനെയാണ്. അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അറിയും, അല്ലെങ്കിൽ എൻ്റെ മൂത്ത മോളിനെ നോക്കും, എൻ്റെ മൈരല്ല, അങ്ങനെ ഇങ്ങനെ. ഇവർക്ക് ഈ സംശയം പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ കൂടുള്ളവരെ പറ്റൂല. അപ്പം നിങ്ങൾ കണ്ടതാണ് പഴയ വീഡിയോസിൽ. ഒരു കുഴപ്പമില്ലാതെ ഞാനും നോക്കണേ നാട്ടിൽ പോയി വന്നത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ, നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. നാട്ടിൽ പോയാൽ അതിനപ്പം തുടങ്ങും അസുഖം. അതിന് സുഖമില്ലാണ്ടാവും, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഉള്ള അക്കാക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നും ഇഷ്ടമല്ല. പിന്നെ നിങ്ങളെന്താ പോണേ, എവിടേക്കാണ് പോണേ, എന്തിനാ പോയിന്ന്, ആരാ വന്ന്, അതൊന്നും ചോദിക്കണ ഇഷ്ടമല്ല. ഉമ്മയാണെങ്കിലോ അതൊക്കെ ചോദിക്കും ചെയ്യും ഭക്ഷണത്ത്. അപ്പോൾ വലിയൊരു ഇതില്ല. ശരിക്കും ആൾക്ക് ഓർമ്മ ഉണ്ടോ എന്നുള്ള കാര്യം അതും സംശയമാണ്. അത് പറയുമ്പോൾ അറിയാം എനിക്കൊരു ബോധക്കൂടില്ല പറയും. ഇനി അസുഖമൊക്കെ മാറിയാൽ ഞാൻ അങ്ങനെയൊക്കെ കാട്ടിയെന്നോ എന്ന് ചോദിക്കും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, പിന്നെ നാട്ടിലത്തെ ആരെയും നമ്പറായിട്ട് പറഞ്ഞാൽ അമ്മാൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വിളിച്ചതിൻ്റെ ശേഷമാണ് ഇക്കന്നെ വന്നിട്ട് ഉമ്മാനെ അകത്തേക്ക് കയറ്റിയത്. അകത്ത് പോയി ഇരുന്നോളി, ഞാനല്ലേ പറഞ്ഞ കേൾക്കിങ്ങൾ, എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ പറഞ്ഞ കേൾക്കാം എന്നിട്ട് ലാസ്റ്റ് അകത്തേക്ക് കയറ്റി ഇരുത്തി. ഇപ്പോൾ ഇന്നലെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പുറത്തിറങ്ങിയാണ്ട് ഇങ്ങനെ ഇരുന്നത്.